ഒരു പ്രോബ്ലം. ഒരു 240 വോൾട്ടേജും 20 ആംബിയറും മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഒക്കർ ചെയ്യുന്നത് 1/9000 സെക്കൻഡ്സിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ് എന്ന്. പക്ഷേ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്? ഫേസ് ആംഗിൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഫേസ് ആംഗിൾ കാണണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, 1/50 സെക്കൻഡ് കഴിയുമ്പോഴാണ് ടൈം പീരീഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് 1/5 സെക്കൻഡ് ആണ്. എന്താ അതിൻ്റെ മീനിങ്? 50 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ടൈം പീരീഡ് ആക്കി മാറ്റുമ്പോൾ 1/50 ആവും. അതായത് ഫ്രീക്വൻസി ടൈം പീരീഡ് ഈക്വൽ ടു 1/f, അല്ലെങ്കിൽ ടൈം ടി ഈക്വൽ ടു 1/f, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു 1/t. Now the time travel of 1/50 second corresponding of a phase difference. അതായത് 50 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു സൈക്കിളാണ്, ഒരു സൈൻ വേവ് ആണ്. ദാറ്റ് ഈസ് 2π. 0 മുതൽ 2π വരെ എത്തുമ്പോഴാണ് 1/50 സെക്കൻഡ് കഴിയുന്നത്. 2π റേഡിയൻ എന്ന് പറയുന്നാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 1/900 ആവുമ്പോൾ 1/900 സെക്കൻഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 360 ഗുണം 50 ഡിവൈഡഡ് ബൈ 900 ആണ്. 360 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 900 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. അപ്പം കറണ്ട് ലീഡ് ചെയ്യാൻ പോകുന്നത് 90 ഡിഗ്രിയാണ്. ഇതറിയാവുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അടുത്ത ചോദ്യം പവർ ഫാക്ടർ കാണാനാണ്. ആംഗിൾ അറിയാമെങ്കിൽ കോസ് 120 ആണ്. 0.9397 ലീഡാണ്. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ VI കോസ് 5 ആണ്. V എന്ന് പറഞ്ഞാൽ 240, I എന്ന് പറഞ്ഞാൽ 20 ആംബിയർ, കോസ് 5 എന്ന് പറഞ്ഞാൽ 0.9397, 4510 വാട്ടാണ് വരിക. അടുത്തത് ഇമ്പിഡൻസ് കാണാനാണ്. V/I ചെയ്താൽ മതി. 240/20 എന്ന് പറഞ്ഞാൽ 12 ഓമാണ്. 12 ഓമിന് കോസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റെസിസ്റ്ററായി. ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. 11.28 ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 സൈൻ 20 ആണ്. അപ്പോൾ 12 ഇൻറ്റു 0.342 വരും. ദറ്റ് ഈസ് 4.1. അത് എന്ന് പറഞ്ഞാൽ 1/2πfc ആണ്. അപ്പോൾ സി കാണണമെങ്കിൽ 1/2πxc ചെയ്താൽ മതി. 1 ഡിവൈഡഡ് ബൈ 2 ഗുണം 3.14 ഗുണം ഫ്രീക്വൻസി 50 ഹെഡ്സ് ഗുണം 4.1 ചെയ്താൽ 775 മൈക്രോ ഫാരഡേ കിട്ടും. Thank you for watching this video.